എടി റാഹേലേ, നീ ഇവരെ കുടിക്കാൻ വല്ലതും കൊടുത്താടി. അതിന് എന്താന്ന് പറഞ്ഞിട്ട് വേണ്ടേ? കഴുത് അടിച്ച് പീസായിട്ട് കിടന്നേച്ച് എഴുന്നേക്കുമ്പോ എന്താ കൊടുക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം അടി. ചെറുനാരങ്ങ പിഴിഞ്ഞ് മധുരമില്ലാത്തൊരു കട്ടനും കാട്ടെടുക്കടി. അല്ല പിന്നെ എനിക്കങ്ങ് പോണം. എങ്ങാട്ടാണ് അറിഞ്ഞൂടാ, പോണം. വിടല് കേട്ടാ, കല്ലറിഞ്ഞിട്ടില്ല. പറയണത് കേട്ടാ, എങ്ങോട്ടാണ് പോണ്ടെന്ന് അറിഞ്ഞൂടാന്ന്. ഈ പോക്ക് പോയാ അന്തിക്ക് പിന്നെയും തലച്ചുമടായിട്ട് കെട്ടിയെടുക്കേണ്ടി വരും കേട്ടാ. അതെവിടെ കിടന്ന് ഉണങ്ങട്ടേന്ന്. നാളല്ലല്ല ഒരു തമാശ പറയുമ്പോഴേക്കും കേറിവിച്ചിറങ്ങി പോവാൻ. കൊച്ചു പിള്ളേരുടെ കൂട്ട്. നീ ഇങ്ങാട്ടിരിയടാ. അവളങ്ങനെ കിടന്ന് പലതും ചിലയ്ക്കും, പക്ഷെ പാവമാണ്. നീ ഒന്ന് പോയാടി. ഇങ്ങാട്ട് നോക്കും. ആണും പെണ്ണുമായിട്ട് എനിക്ക് അവളെ ഒന്നല്ലേടാ ഉള്ളു. ഞാനില്ലേലും അവളീ ലോകത്ത് പിടിച്ചു നിൽക്കണമല്ല. അതുകൊണ്ട് പെണ്ണിന്റെ അടക്കമൊതുക്കവും ആണിന്റെ അടിയും തടയും കൂടി ചേർത്താണ് നുമ്മ അവളെ വളർത്തിയത്. നീ അത് സാരമാക്കണ്ട. ബാ ആ ബാ. അല്ല, നിനക്ക് പോണോന്നുണ്ടെങ്കിൽ പോയിക്കോ കേട്ടാ. പോകണാശനെ, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കണം. ആ പറഞ്ഞത് ന്യായം. ജീവിക്കണം, അതിനെന്തെങ്കിലും പണിയെടുക്കണം, അത് ന്യായം. അതിനെന്തിനാണ് എവിടേക്കെങ്കിലും പോണത്? ഇവിടെ നിന്ന് പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ? അല്ല പാട്. ഇവിടെ എനിക്കൊരു പണി തരാൻ. ഇവിടെ ഒരു പണി ഒത്തു കിട്ടിയാൽ എന്താ, കഴിക്കുക? ഇല്ലല്ല, എങ്കിൽ കമാന്ന് മുണ്ടാണ്ട് ഇവിടെ നിക്കാദ്യം. നീ ആ മീൻകൂട്ടാത്തിന്റെ ചാറങ്ങാട്ട് ഒഴിച്ചു കൊടുക്കടി. മതി. എങ്ങനെയുണ്ട്? ഇത് ഇവിടുത്തുകാർക്ക് വെപ്പറിയാൻ പാടില്ല. ഇത് ഞങ്ങൾ കൊച്ചിക്കാരനെ കുടംപുളിയിട്ടൊരു മീൻ പറ്റീരാണ്. ഔ, ചട്ടി പടത്താ മതി, 2 ദിവസം ചോറില്ല. ഇത് ഇവിടെ വെച്ചത്. ഇവക്കടെ അമ്മ എന്റെ അന്നക്കുഞ്ഞ് മീൻകറി വെക്കണം. എന്റെ ഈശോയെ, അതിന്റെ രുചി ഇപ്പോഴും നാവേൽ നിൽക്കണേന്. വള്ളവും വലയും 5-6 ഫിഷിംഗ് ബോട്ടും ഉള്ള വീട്ടിൽ നിന്ന് രാഖിരാമൻ എന്റെ കൂടെ ഇറങ്ങിപ്പോന്നോളാണ് കേട്ടാ. അവക്കടെ കൂടെ ഉള്ള എന്റെ ജീവിതമായിരുന്നടാ ഒരു ജീവിതം. വെറും 7 വർഷം. പക്ഷെ ഓരോ ദിവസവും ഓരോ പെരുന്നാൾ പോലെയായിരുന്നു. ആ ഒരു ഓർമ്മയുടെ ബലത്തിലാടാ ഈ പൈലി എന്തിനും മുന്നും പിന്നും നോക്കാതെ ഇന്ന് നിൽക്കണത്.